Welcome to day 3 English classes for clearing CLE exams. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും ഒരു ഇച്ചിരി വേരിയേഷൻസ് ഒക്കെ ഇപ്രാവശ്യം മുതൽ വരുത്തിയിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന പാർട്സ് എന്ന് പറഞ്ഞാൽ ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും, പിന്നെ ജനറൽ ഇംഗ്ലീഷിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും, അരിത്തമാറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, GK. ഈ 4 ടൈപ്പിൽ നിന്നാണ് ഉള്ളത്. അതിൽ ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് 42 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. 42 ക്വസ്റ്റ്യൻസ്. ഓക്കെ. ജനറൽ ഇംഗ്ലീഷിൽ നിന്നാണെങ്കിലോ ജനറൽ ഇംഗ്ലീഷിൽ നിന്ന് 36 ക്വസ്റ്റ്യൻസ് കിട്ടും. ഓക്കെ. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരി 3 മാർക്സ്. And total for general English session is 108 marks. Legal aptitude എന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് 42 ക്വസ്റ്റ്യൻസ്. അതിനും ഓരോന്നിനും 3 മാർക്ക് വെച്ചാണ്. ടോട്ടൽ 126 മാർക്സ് ആണ് ലീഗൽ ആപ്റ്റിറ്റ്യൂഡിന്. Whereas in general English we will get 36 question and total score is 108. പിന്നെ GK സെഷനിൽ നിന്ന് 27 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. GK ന്ന് 27 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 27 into 3 81 മാർക്സ് ആണ്. ഓക്കെ. നെക്സ്റ്റ് is arithmetic and mental ability. That consists of 15 questions and the marks is 45 marks. അപ്പോൾ total 108 plus 126 plus 81 plus 45 എന്ന് പറയുന്നത് 360 ആണ്. 360 മാർക്സ് ആണ് ടോട്ടൽ മാർക്സ് ഇപ്രാവശ്യം മുതൽ. ലാസ്റ്റ് ഇയർ വരെ 600 ആയിരുന്നു. ഇപ്പോഴാണെങ്കിൽ 360 മാർക്സ് ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൽ നിന്നാണെങ്കിലും അതിനോട് അടുത്ത് തന്നെ ജനറൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ നമ്പറും വരുന്നുണ്ട്. 36, 42 ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസും 36 ക്വസ്റ്റ്യൻസ് ജനറൽ ഇംഗ്ലീഷും ആണ്. അപ്പോൾ ഒരു ഇച്ചിരി കൂടെ കെയർഫുൾ ആയാൽ നമ്മുടെ റാങ്ക് നല്ല റാങ്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 108 മാർക്സ് ആണ് ഇംഗ്ലീഷ് സെഷന് വരുന്നത്. പിന്നെ നെഗറ്റീവ് മാർക്ക് എന്ന് പറയുമ്പോൾ 1 മാർക്ക് ഈച്ച് ആണ്. ഓക്കെ, 1 മാർക്ക് ഈച്ച് ആണ്. പിന്നെ നമുക്ക് ഡേ 3യിൽ നമ്മളിങ്ങനെ ഡേ 1 കഴിഞ്ഞു, ഡേ 2 കഴിഞ്ഞു, ഡേ 3യിൽ എത്തിയിരിക്കുകയാണ്. നൗ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിവൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഒന്നും കൂടെ ആ വീഡിയോ കേൾക്കണം. റീവിസിറ്റ് ദ ടോപ്പിക്സ് മെൻഷൻഡ് യെസ്റ്റർഡേ ആൻഡ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ്. നല്ലോണം റിവൈസ് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത ടോപ്പിക്കിലോട്ട് പോവാ. വെറുതെ ടെൻഷൻ അടിക്കണ്ട. ആദ്യം പറഞ്ഞ പോലെ 1 hour മാക്സിമം ആണ് ഇംഗ്ലീഷിന് ആവശ്യമാണ്. തീരെ ഒട്ടും ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്തവർക്ക് മാത്രം 2 hours വേണ്ടി വരും. ഓക്കെ. പിന്നെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഓക്കെ, ഒരെണ്ണം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ്. ഇത് രണ്ടിന്റെയും വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. അത് നന്നായിട്ട് കാണുക, അതിന്റെ നോട്ട്സ് എഴുതിയെടുക്കാം. നന്നായിട്ട് എന്ന് ഉദ്ദേശിച്ചത് മനസ്സിലാക്കി പഠിക്കുക, അതിന്റെ നോട്ട്സ് എഴുതി വെക്കുക. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കുറച്ച് കൂടുതലാണ് നോക്കിയത്. അതായത് നമ്മൾ 15 days കൊണ്ട് കവർ ചെയ്യണമെന്ന് വിചാരിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ നോക്കിയായിരുന്നു. ടെൻസ് ഓൾമോസ്റ്റ് പ്രസന്റ് ടെൻസ് ഫിനിഷ് ചെയ്തു. ഇന്ന് പാസ്റ്റ് ടെൻസ് തുടങ്ങുന്നുണ്ട്. അപ്പം അത്രയും പാർട്ടും തറോ ആക്കി വെക്കുക. പിന്നെ 1 word സബ്സ്റ്റിറ്റ്യൂഷൻ 3 സെഷൻസ് നമ്മൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 നമ്മൾ നോക്കി. അത് തറോ ആക്കി വെക്കുക. അടുത്ത idioms and phrases, that is very important. അപ്പൊ ഇനി അടുത്ത idioms and phrases വരുന്നതിന് മുമ്പേ 1 word സബ്സ്റ്റിറ്റ്യൂഷനും തറവാക്കണം, ഈ idioms and phrases തറവാക്കണം. ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാക്കാം. നല്ലൊരു കോളേജിൽ റാങ്കും ഉറപ്പിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ 1 word സബ്സ്റ്റിറ്റ്യൂഷന്റെ അല്ലെങ്കിൽ അന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സിന്റെ PDF വേണമെങ്കിൽ അതിന്റെ താഴെ മെയിൽ ID കമന്റ് ചെയ്തിരുന്നാൽ മതി, ഞാൻ അയച്ചു തരാം. Best wishes and prayers for your studies. Bye.